ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ചൊവ്വ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ചൊവ്വയുടെ ചാരവശാലുള്ള പ്രവേശനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ചൊവ്വ പ്രവേശിക്കുന്നത് തൻ്റെ സൂക്ഷേത്രത്തിലാണ്. ജീവ ഇന്ദു ഉഷ്ണകരാഹ കുജസ്യ സുഹൃത. ജീവൻ എന്നാൽ വ്യാഴം, ഇന്ദു ചന്ദ്രൻ, ഉഷ്ണകരഹ എന്നാൽ ഉഷ്ണം ചെയ്യുന്ന സൂര്യൻ. ഈ മൂന്ന് ഗ്രഹങ്ങളും ചൊവ്വയുടെ സുഹൃത്തുക്കളാണ്. ജ്ഞഹ അരിഹി, ബുധൻ ശത്രുവാണ്, മറ്റുള്ളവർ സമന്മാരുമാണ്. ശനിയും ശുക്രനും സമന്മാരുമാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ 2 രാശികളിൽ മകരത്തിൽ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമാണ്, വളരെ നല്ല ഫലം ചെയ്തു. അതിനുശേഷം ചൊവ്വ വന്നത് കുംഭൻ രാശിയിലേക്കാണ്. കുംഭം രാശിയിലായിരുന്നു. കുംഭൻ രാശിയിലുള്ള ചൊവ്വയുടെ ഫലം, ആശ്രയഫലമൊക്കെ ശുഭമായിരുന്നില്ല. ഇപ്പോൾ ചൊവ്വ ഇതാ വ്യാഴക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു. വ്യാഴക്ഷേത്രത്തിൽ ഏത് ഗ്രഹങ്ങൾ വന്നാലും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഈവൻ ശനി പോലും വ്യാഴക്ഷേത്രത്തിൽ വന്നാൽ നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. ആശ്രയ ഫലവും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ജൈവേ വ്യാഴക്ഷേത്രത്തിൽ എന്നാൽ ഏകരിഭു, ഒറ്റ ശത്രുവല്ല, ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. നരേന്ദ്ര സജീവ, രാജാവിൻ്റെ മന്ത്രിയാകും. വലിയ വലിയ ആളുകളുടെ മന്ത്രം ഉപദേശം കൊടുക്കുക, കൺസൾട്ടൻ്റ് ആകേണ്ട യോഗമുണ്ടാകുന്നു. ഖ്യാത അഭയ അർത്ഥാന്വിത, ഭയമില്ലാത്ത ആളാകുന്നു. പ്രശസ്തി ഉണ്ടാകുന്നു. അർത്ഥാന്വിത, ധനത്തോടു കൂടിയിരിക്കുന്നു. ഇവിടെ നല്ലൊരു ഫലമാണ് ആശ്രയ ഫലം മീനൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാം മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ചാരവശാലുള്ള ഭാവഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഇനി പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം, എത്ര ദിവസമാണ് ചൊവ്വ ഈ മീനൻ രാശിയിൽ നിൽക്കുന്നത് എന്ന വിഷയം. 38 ദിനങ്ങളാണ് ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. അതായത് ഏപ്രിൽ 2-ാം തീയതി മീനമാസം 19-ാം തീയതി പ്രവേശിച്ച് മേടമാസം 28-ാം തീയതി വരെ, അതായത് മെയ് 11-ാം തീയതി വരെ 38 ദിവസക്കാലമാണ് ഇവിടെ ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 38 ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വിടുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് അതിശക്തമായ 6-ാം ഭാവത്തിലാണ്. ചൊവ്വ വളരെയധികം ശക്തനാണ്. ഒരാളെയും ഭയപ്പെടില്ല, ശത്രുക്കളെ നശിപ്പിക്കും. ഇതാണ് 6-ലെ ചൊവ്വയുടെ ഫലം. പ്രത്യേകിച്ച് വ്യാഴക്ഷേത്രത്തിലെ ചൊവ്വ അങ്ങനെയാണ്. ഒരു ശത്രുവല്ല, ധാരാളം ശത്രുക്കൾ വരും, ശത്രുക്കളെ മുഴുവനും നശിപ്പിക്കും 6-ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പ്രത്യേകിച്ച് അറിയുക. ബലവാൻ ശത്രു ജിതസ്യ ശത്രുയാതെ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 6-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 6-ാം ഭാവത്തിൽ ചൊവ്വ വ്യാഴക്ഷേത്രത്തിലാണ്. ശത്രുക്കളുണ്ടാകും, ശത്രുക്കളെ നശിക്കും. ചമത്കാര ചിന്താമണിയിൽ അതിഗംഭീരമായാണ് 6-ൽ ചൊവ്വയുടെ ഫലം പറഞ്ഞിരിക്കുന്നത്. ന തിഷ്ടന്തി ഷഷ്ടേ അരേഹ അങ്കാരകൈ വൈ. 6-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ശത്രു തന്നെ മുന്നിൽ പോലും നിൽക്കുന്നില്ല, ഭയന്ന് ഓടിപ്പോകും. 2-ൽ ചൊവ്വ വന്നാൽ സംസാരിക്കാൻ ആൾ നിൽക്കില്ല, ഇയാളുടെ വാക്കുകൾ കേട്ട് ഓടിപ്പോകും. 6-ൽ ചൊവ്വ വരുമ്പോഴോ ശത്രു ഭയന്ന് പോകും. അത്ര ശക്തനാണ് 6-ലെ ചൊവ്വ. നശിപ്പിച്ച് കയ്യിൽ കൊടുക്കും 6-ലെ ചൊവ്വ. തദങ്കേരത സങ്കരേ ശക്തിമന്ത, യുദ്ധത്തിൽ അപ്രകാരം ശക്തി പ്രകടിപ്പിക്കും. മനീഷ സുഖി മാതുലോവ എന്ന തദ്വൽ, നല്ല ബുദ്ധിശക്തി ഉണ്ടാകും, സുഖം അനുഭവിക്കും. അമ്മാമന്മാർക്ക് ദോഷമാണ്. വിലിയേത വിത്തം ലഭേതാഭി ഭൂരി, ധാരാളം കാശ് കിട്ടിയാലും അത് അങ്ങനെ തന്നെ ചെലവാക്കും. ധാരാളം ദുർവ്യയങ്ങൾ വരും. കാരണം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ 12-ാം ഭാവത്തിലേക്ക്, അനാവശ്യമായ ചെലവുകളുടെ ഭാവത്തിലേക്കാണ് നോക്കുന്നത്. അതിൽ എത്ര കാശ് കിട്ടിയാലും അതൊക്കെ അടിച്ച് പൊളിച്ച് തീർക്കുകയും ചെയ്യും. വലിയ ഭൂമി വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് മധ്യസ്ഥത പറഞ്ഞ് ധാരാളം കാശുണ്ടാക്കാം. പക്ഷേ ദ യൂട്ടിലിറ്റി ഓഫ് ദ മണി ഷുഡ് ബി കെയർഫുൾ. അങ്ങനെ കാശ് സംരക്ഷിക്കുവാനുള്ള മാർഗം ഉപായവും അറിയണമെന്ന് മാത്രം. ഇവിടെ നിർബന്ധമായും ശത്രുദോഷ ഗുരിയൊന്നും ചെയ്യേണ്ട. ഇവിടെ ദേഹമൊട്ടി ചെയ്യുന്നത് വളരെ നല്ലതാണ്. നടുവേദന, പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനാൽ നന്നായി ദേഹമുട്ടി ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ. നന്ദി, നമസ്തേ.